കൊച്ചി നഗരസഭ 18-ാം ഡിവിഷനിൽ നടപ്പിലാക്കിയ 11 വികസന പദ്ധതികളുടെ ഉദ്ഘാടനം കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു. പെരുമ്പടപ്പ് പാർക്ക് അങ്കണത്തിൽ ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് അശ്വതി വത്സലന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഡിവിഷൻ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയ MS സുരാജ്, CR കണ്ണൻമോൻ എന്നിവരെ ആദരിച്ചു. കൊച്ചി നഗരസഭ 18-ാം ഡിവിഷനിൽ നടപ്പാക്കിയ 11 വികസന പദ്ധതികളുടെ ഉദ്ഘാടനം കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു. ആകെ 4 പാർക്കുകളാണ് ഈ കോർപ്പറേഷന്റെ അമൃത് ഫണ്ടിൽ നമ്മൾ നവീകരിക്കുന്നത്. 2 എണ്ണം പള്ളുരുത്തിയിലാണ്, ഒരെണ്ണം നിർമ്മാണം കഴിഞ്ഞു. രചനയുടെ പോലെ നമ്മുടെ ചുള്ളിക്കൽ കൊച്ചുണ്ണി മാഷിന്റെ പാർക്ക് വളരെ മനോഹരമായിട്ടുണ്ട്. ഇതിനുള്ളത് വളരെ ചെറിയൊരു ഫണ്ടാണ് നമ്മൾ വെല്ലിംഗ്ടൺ ഐലൻഡിൽ കൗൺസിലർക്ക് കൊടുത്തിട്ടുള്ളത്. ഒരൊറ്റ പാർക്കിന്റെ ഫണ്ടും എറണാകുളം മേഖലയിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ടേ ഇല്ല. സമ്പൂർണ്ണമായി പഴയ ഭാഷയെ പറഞ്ഞാൽ പശ്ചിമ കൊച്ചി, എനിക്ക് അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല, പശ്ചിമ കൊച്ചിയിലാണ് ചെലവഴിച്ചത്. അഡ്വക്കേറ്റ് അശ്വതി വത്സലി കഴിഞ്ഞ ദിവസം നമ്മുടെ കൗൺസിലിൽ പ്രസംഗിച്ചു. അത് ഞങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ട് വെച്ചപ്പോൾ അതിനെതിരെ വളരെ പരിചയസമ്പന്നനായ ഞങ്ങളുടെ കൗൺസിലറായിട്ടുള്ള അരിസ്റ്റോട്ടിൽ കുറേ തടസ്സവാദങ്ങൾ ഉന്നയിച്ചു. അശ്വതി ഒരു 5 മിനിറ്റ് പ്രസംഗിച്ചു, നിയമമൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പ്രസംഗിച്ചു. മാധ്യമ ലോബിയിലുണ്ടായിരുന്ന ആളുകളെല്ലാവരും എന്നോട് വിളിച്ചു പറഞ്ഞു, ആ കുട്ടി വളരെ ഭംഗിയായി സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ സന്തോഷപൂർവ്വം നിങ്ങൾ തിരഞ്ഞെടുത്ത അശ്വതി വളരെ ഭംഗിയായി ആ കൗൺസിലിൽ പ്രസംഗിച്ച കാര്യം ഞാൻ വളരെ അഭിമാനത്തോടു കൂടി നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. പൊതുസ്ഥലങ്ങൾ ഇല്ലാതാകുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് കൂട്ടുകൂടാനും വിശ്രമിക്കാനും സൗകര്യമൊരുക്കുന്നതിനായി ഡിവിഷന്റെ സ്ഥലപരിമിതികൾക്കുള്ളിൽ തന്നെ പെരുമാകുളം നവീകരിച്ച് ആകർഷകമായ ഐ ലവ് കൊച്ചി ലേബലോടുകൂടിയ വിശ്രമ കേന്ദ്രം സജ്ജമാക്കി. ഇതോടൊപ്പം നവീകരിച്ച് നിർമ്മിച്ച സനാതന റോഡ്, കട്ടത്തറ കൃഷ്ണൻ റോഡ്, സനാതന റോഡിനെയും SNDP കൊല്ലശ്ശേരി CK ശ്രീധരൻ റോഡ് എന്നിവയെയും ബന്ധിപ്പിക്കുന്ന പുതിയ KC ജേക്കബ് ക്രോസ് റോഡ്, MV സുരേന്ദ്രൻ ക്രോസ് റോഡ്, 32-ാം നമ്പർ അംഗൻവാടിക്ക് പുതിയ കെട്ടിടം, വനിതാ മൾട്ടി ജിംനേഷ്യം, TK വത്സൻ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ലൈബ്രറി, പെരുമാകുളം ഓപ്പൺ ജിംനേഷ്യം, പെരുമ്പടപ്പ് പാർക്ക് നവീകരണം തുടങ്ങിയ പദ്ധതികളുടെയും ഉദ്ഘാടനം മേയർ നിർവഹിച്ചു. ഡിവിഷനിലെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പെരുമ്പടപ്പ് ബസ് സ്റ്റാൻഡ് പദ്ധതി സംബന്ധിച്ച നിയമകുരുക്ക് പരിഹരിക്കുന്നതിൽ ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് അശ്വതി വത്സൻ നിർണായക പങ്ക് വഹിച്ചതായും നഗരസഭയ്ക്ക് വേണ്ടി അശ്വതിയെ അഭിവാദ്യം ചെയ്യുന്നതായും മേയർ പറഞ്ഞു. പെരുമ്പടപ്പ് പാർക്ക് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ കായികകാര്യ സ്ഥിരം സമിതി ചെയർമാൻ VS ശ്രീജിത്ത്, കൗൺസിലർമാരായ PS വിജു, രചന എന്നിവർ പങ്കെടുത്തു. ഡിവിഷൻ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയ MS സുരാജിനെയും CR കണ്ണൻമോനെയും ചടങ്ങിൽ ആദരിച്ചു. ഡിവിഷന്റെ സ്നേഹോപഹാരം മേയറിനും ഡെപ്യൂട്ടി മേയറിനും കൗൺസിലർ അഡ്വക്കേറ്റ് അശ്വതി വത്സൻ സമർപ്പിച്ചു. പെരുമ്പടപ്പ് വനിതാ ഫിറ്റ്നസ് സെന്റർ, TK വത്സൻ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ലൈബ്രറി, അംഗനവാടി 32-ന് പുതിയ കെട്ടിടം ഉദ്ഘാടനം, പെരുമ്പടപ്പ് പാർക്ക് അമൃത് പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മറ്റു ജനകീയാസൂത്രണ പദ്ധതികളുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ പാർക്കിൽ ഓൾറെഡി നടത്തിയിട്ടുണ്ട്. അമൃത് പദ്ധതിയുടെ പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം, നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഇവിടെ ബഹുമാനപ്പെട്ട മേയർ വന്നപ്പോൾ നിർവഹിച്ചിട്ടുണ്ട്. 2-3 ക്രോസ് റോഡുകൾ, നമ്മുടെ ഗതാഗത സംവിധാനങ്ങൾ നല്ല രീതിയിലാക്കുന്നതിന്റെ ഭാഗമായി റോഡുകൾ നവീകരിച്ചു. അതോടൊപ്പം തന്നെ വർഷങ്ങളായിട്ട് ജനങ്ങളുടെ ആവശ്യമായിട്ടുള്ള ക്രോസ് റോഡുകൾ, 3 ക്രോസ് റോഡുകൾ നമ്മുടെ പ്രദേശത്ത് നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. MV സുരേന്ദ്രൻ ക്രോസ് റോഡ്, KC ജേക്കബ് ക്രോസ് റോഡ്, അതുപോലെ തന്നെ പൈനാട്ട് ക്രോസ് റോഡ്, കട്ടത്തറ കൃഷ്ണൻ റോഡ്, സനാതന റോഡ്, KR നാരായണൻ റോഡ് എന്നീ റോഡുകൾ കട്ടവിരിച്ച് നവീകരിച്ച് CK ശ്രീധരൻ റോഡ് ഓൾറെഡി അതിപ്പോൾ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പറയുകയല്ല, വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 25 ലക്ഷം രൂപ മുടക്കി. CK ശ്രീധരൻ റോഡ് വലിയ റോഡാണ്. നഗരസഭയിൽ 60 ലക്ഷം രൂപ നമ്മുടെ ഡെപ്യൂട്ടി മേയറുടെ കമ്മിറ്റി, ധനകാര്യ കമ്മിറ്റി, ഞാൻ അംഗമാണതിൽ, ആദ്യത്തെ വർഷം 60 ലക്ഷം രൂപ CK ശ്രീധരൻ റോഡ് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി നമുക്ക് ലഭ്യമാക്കിയതാണെങ്കിലും കരാറുകാർ ആ പ്രവൃത്തി ഏറ്റെടുക്കാൻ തയ്യാറാവാതിരുന്നത് കൊണ്ട് നമ്മൾ ഘട്ടം ഘട്ടമായി ആ പ്രവൃത്തി നിർവഹിക്കുകയാണ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമ്മുടെ കൊച്ചി അടിപൊളി ഊണ്, ബിരിയാണി, പൊറോട്ട, ബീഫ്, ഷവായ, അൽഫാം, മന്തി തുടങ്ങി എല്ലാം കിട്ടുന്ന കിടിലൻ റെസ്റ്റോറന്റ്. ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും വേഗം പോരാ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി, പനംപിള്ളി നഗർ ആൻഡ് കാക്കനാട്.